ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി മാങ്ങയും കസ്റ്റാർഡ് പൗഡറും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ 3 കപ്പ് പാലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് പാലെടുത്തിട്ട് ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ആദ്യം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. 3 കപ്പ് പാലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3/4 ലിറ്റർ പാലാണ് കേട്ടോ 3 കപ്പ്. 1/2 ലിറ്റർ പാല് 2 കപ്പാണ്. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് 3/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലോട്ട് കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് തിള വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ നന്നായി തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഒരു വലിയൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 1 കപ്പോളം മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ ബ്ലെൻഡറിലിട്ടിട്ട് നന്നായി അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ. 1 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം. അപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ച മാങ്ങ ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 3/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. അതുപോലെ വേവിച്ച സാഗോയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ഒന്ന് വേവിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം കുതിർത്തിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതി. അതുപോലെ ഒരു 3-4 ടേബിൾ സ്പൂൺ കുതിർത്ത് വെച്ച കസ്കസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചോപ്പ് ചെയ്തിട്ട് പിസ്ത, അതുപോലെ കശുവണ്ടി ഒക്കെ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. ഇനി ഇത് നമുക്ക് ഇതുപോലെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സാഗുയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കാണാനൊരു രസമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്